നമ്മൾ വൈൽ ലൂപ്പ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു ലൂപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പാർട്സ് എന്ന് പറയുന്നത് ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, അപ്ഡേഷൻ. ഇവ മൂന്നും ആണെന്ന്. ഇവ മൂന്നും നമ്മൾ വൈൽ ലൂപ്പിൽ എങ്ങനെയാ സിന്റാക്സിനോട് ചേർന്ന് എഴുതുക പഠിച്ചു. ഇനി ഫോർ ലൂപ്പിന്റെ സിന്റാക്സിൽ ഇവ എങ്ങനെയാണ് എഴുതുക നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ ഫോർ എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആദ്യം നമ്മൾ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ i ഈസ് ഈക്വൽ ടു 1 ഞാൻ ഇപ്പൊ കൊടുത്തു. അതിനുശേഷം സെമികോളൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടത്? ന്റെ വാല്യൂ എത്ര വരെയാണ് പോകേണ്ടത്? ഇപ്പൊ ഹലോ എന്ന് 5 വട്ടം പ്രിന്റ് ചെയ്യുന്ന എക്സാമ്പിളിന് നോക്കാം. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്താണ്? i ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 5 എന്ന് വന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്? അപ്ഡേഷൻ വേണം. എന്താ വേണ്ടത്? i പ്ലസ് 1 എന്നുള്ളത്. i പ്ലസ് 1 നമുക്ക് i പ്ലസ് 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? i പ്ലസ് പ്ലസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ബ്രേസ് ഓപ്പൺ ആക്കി ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിൽ എഴുതാൻ പോവാണ്. എന്താണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? നമുക്ക് സി ഔട്ടില് ഹലോ എന്നാണ് ഡിസ്പ്ലേ ആക്കേണ്ടത് അല്ലേ? ഇനി ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ലോജിക് ഒന്ന് നോക്കി വെക്കാം. അതായത് ആദ്യം ഞാൻ എന്താ ചെയ്തത്? ഞാൻ i ഈസ് ഈക്വൽ ടു 1 എന്ന് ഇനിഷ്യലൈസ് ചെയ്തു. ഓക്കെ, i ഈസ് ഈക്വൽ ടു 1 എന്ന് ഇനിഷ്യലൈസ് ചെയ്തു. എന്നിട്ട് അടുത്ത് എന്താ ചെയ്യുന്നത്? അടുത്തത് ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. എന്താണ് കണ്ടീഷൻ? i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്ന കണ്ടീഷൻ ചെക്ക് ചെയ്തു. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ നോക്കിയപ്പോ i 1 എന്നുള്ള വാല്യൂവിന് അത് ശരിയാണോ? അത് ശരിയാണല്ലേ? 1 എന്ന് പറയുന്നത് 5 ചെറുതാണ്. അത് ശരിയായതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ ലൂപ്പിന്റെ ഉള്ളിലോട്ട് കയറി. ലൂപ്പിന്റെ ഉള്ളിൽ എന്താ എഴുതിയേക്കുന്നത്? സി ഔട്ടില് ഹലോ എന്ന് പ്രിന്റ് ചെയ്തു. ഓക്കെ, ലൂപ്പിന്റെ ഉള്ളിലോട്ട് കയറി സി ഔട്ടില് ഹലോ എന്ന് പ്രിന്റ് ചെയ്തു. ഒരു വട്ടം ഹലോ എന്ന് പ്രിന്റ് ആയി. ഇനി എന്താ ഉണ്ടാവുന്നത്? ഇനി അടുത്തത് ലൂപ്പിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് i പ്ലസ് പ്ലസിലോട്ടാണ്, അപ്ഡേഷനിലോട്ടാണ്. അപ്പൊ എന്താ ഉണ്ടാവുക? i ന്റെ വാല്യൂ ഇപ്പൊ 1 ആണ്. i ന്റെ വാല്യൂ 2 ആയി. i 2 ആവുമ്പോ എന്താവും? 2 ലെസ് ദാൻ ഈക്വൽ ടു 5. ശരിയാണോ? ശരിയാണ്. അപ്പൊ എന്ത് പ്രിന്റ് ആവും? അപ്പോ സി ഔട്ടില് ഹലോ എന്നുള്ളത് ഒന്നും കൂടെ പ്രിന്റ് ആവും അല്ലേ? അത് കഴിഞ്ഞിട്ട് വീണ്ടും i അപ്ഡേറ്റ് ആവും. i ന്റെ വാല്യൂ 3 ആവും. ഓക്കെ, അങ്ങനെ i 4 നും 5 നും പ്രിന്റ് ആയിക്കൊണ്ടിരിക്കും. കാരണം i 4 ആവുമ്പോഴും 5 ആവുമ്പോഴും കണ്ടീഷൻ ശരിയാണ്. അവസാനം എന്താവും? i 6 ആവും അല്ലെ? i 5 ന്ന് അപ്ഡേറ്റ് ആയിട്ട് i 6 ആവുമ്പോ എന്താവും? i ഈസ് ഈക്വൽ ടു 6 എന്നാവുമ്പോ എന്താവും? കണ്ടീഷൻ തെറ്റാവും. കാരണം 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അല്ല. അപ്പൊ എന്താവും? ഈ ലൂപ്പിന്ന് എക്സിറ്റ് ആവും. ഇതില് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഭാഗം മാത്രം ഒറ്റ തവണ മാത്രം വരുന്നതാണ്. ബാക്കിയെല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ലോജിക്ക്. ഇനി നമുക്ക് ഇതൊന്ന് കോഡ് ചെയ്ത് നോക്കാം. കോഡ് ചെയ്യുമ്പോൾ വിഷ്വൽ സ്റ്റുഡിയോയിൽ കോഡ് ചെയ്ത് ശരിയാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇനി വിഷ്വൽ സ്റ്റുഡിയോയിൽ ഒന്ന് കോഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് ആദ്യം എന്താ വേണ്ടത്? i എന്ന് പറഞ്ഞ വേരിയബിൾ വേണം. അത് ഇന്റ് ഡാറ്റ ടൈപ്പ് ആണ്. അപ്പൊ ഇന്റ് i എന്ന് പറഞ്ഞ് ആ വാല്യൂ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്? ഫോർ ടൈപ്പ് ചെയ്തു. അതിന്റെ ഉള്ളില് i ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. അതിനുശേഷം എന്താണ്? i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. നമുക്ക് 5 വട്ടാണ് ഹലോ എന്ന് പ്രിന്റ് ആവേണ്ടത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? i പ്ലസ് പ്ലസ് എന്ന് കൊടുത്തു. ഒന്നെങ്കിൽ നമുക്ക് i പ്ലസ് 1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ i പ്ലസ് പ്ലസ് എന്ന് കൊടുത്തു അല്ലെ? എന്നിട്ട് നമ്മൾ എന്താ ചെയ്തേ? എന്നിട്ട് ഞാൻ ഫോർ ലൂപ്പിന്റെ ബോഡി ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിനുള്ള എന്താ ടൈപ്പ് ചെയ്ത്? സി ഔട്ടില് നമുക്ക് എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഹലോ എന്നുള്ളത് ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു എൻഡെല്ലാം കൊടുത്തു. ഓക്കെ, ഇപ്പൊ എന്തുണ്ടാവുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് റൺ ആവുമോ നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പോ ഇത് റൺ കൊടുക്കാൻ പോവാണ്. ഞാൻ മുന്നേ ചെയ്തതൊക്കെ ക്ലിയർ ചെയ്തു. എന്നിട്ട് ഞാൻ ഇത് റൺ കൊടുക്കുകയാണ്. റൺ കൊടുക്കുമ്പോ എന്തുണ്ടാവുന്നത്? അതെ, റൺ കൊടുക്കുമ്പോ 1 2 3 4 5 തവണ നമുക്ക് ഹലോ എന്ന് പ്രിന്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് മാറ്റി കൊടുത്തു നോക്കാം. നമുക്കിത് 10 കൊടുത്തു നോക്കാം. അപ്പൊ എന്തുണ്ടാവുന്ന നോക്കാം. ഓക്കെ, 10 തവണ പ്രിന്റ് ആയിട്ടുണ്ട്. 10 തവണ ഹലോ എന്ന് പ്രിന്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഹലോ എന്ന് മാത്രം പ്രിന്റ് ആക്കാൻ പറ്റുക? അല്ല, നമുക്ക് എന്ത് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. ഞാൻ വെറുതെ ഇപ്പൊ കീബോർഡിൽ ടൈപ്പ് ചെയ്തു, റൺ കൊടുത്തു, അതും പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് 1 മുതൽ 10 വരെ എന്നുള്ളത് നമുക്ക് 10 മുതൽ 1 വരെ ചെയ്യാം. അപ്പോഴും നമുക്ക് എന്താ കിട്ടുന്നത്? 10 വട്ടം തന്നെയാണ് സാധനം പ്രിന്റ് ആവുന്നത്. നമുക്കത് നോക്കി നോക്കാം. ഞാൻ ഇവിടെ 10 കൊടുത്തു. അതിനുശേഷം ലെസ് ദാൻ ഈക്വൽ 10 എന്നുള്ളത് മാറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആക്കി. അത് കഴിഞ്ഞ് i പ്ലസിന് പകരം, അതിനുശേഷം i പ്ലസ് പ്ലസിന് പകരം i മൈനസ് മൈനസ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഹലോ ആക്കി ഇത് മാറ്റിയിട്ട് നമുക്ക് ഈ 10 മാറ്റി ഒന്ന് 5 ആക്കി നോക്കാം. നമ്മൾ എണ്ണാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, എന്നിട്ട് 5 തവണ ഹലോ എന്ന് പ്രിന്റ് ആയി അല്ലേ? ഇനി ഞാൻ ഇതിൽ നോക്കുകയാണ്. ഞാൻ ഇതില്
ഐ മൈനസ് മൈനസ് എന്നുള്ള അപ്ഡേഷൻ കൊടുത്തില്ല. അത് കൊടുക്കാതെ ഞാനിതൊന്ന് റൺ ചെയ്ത് നോക്കി. എന്താ ഉണ്ടാവുന്നത്? അത് കൊടുക്കാതെ ഞാനിത് റൺ ചെയ്തപ്പോ ഹലോ എന്നിങ്ങനെ റൺ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് നമ്മളൊരു ഇൻഫൈനൈറ്റ് ലൂപ്പിൽ പെട്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഇവിടെ എന്താ കണ്ടീഷൻ വരുന്നത്? ഐ ഈസ് ഈക്വൽ ടു 5 ഇനിഷ്യലൈസ് ചെയ്തു. കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യാണ്. ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? അതെ. 5 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് ഹലോ പ്രിന്റ് ചെയ്തു. വീണ്ടും നമ്മൾ നോക്കുന്നത് എന്താ? ഐന്റെ വാല്യൂന് മാറ്റമൊന്നുമില്ല. ഐ 5 തന്നെയാണ് കിടക്കുന്നത്. കാരണം അതിന് അപ്ഡേഷൻ വരുന്നില്ല. അതിന് നമ്മൾ പ്ലസ് പ്ലസോ മൈനസ് മൈനസോ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഐന്റെ വാല്യൂ 5 തന്നെയാണ് നിൽക്കുന്നത്. അത് വീണ്ടും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 തന്നെയാണ്. വീണ്ടും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 തന്നെയാണ്. വീണ്ടും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 തന്നെയാണ്. അതായത് ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പ് ആയിട്ട് ഇത് എന്നേക്കുമായി റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ കണ്ടീഷൻ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് നമ്മൾ എക്സിറ്റ് ആവാൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ സി അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്ന് എക്സിറ്റ് ആവാൻ സാധിക്കും. ഇത് അത്രയും തവണ, അതായത് എത്ര തവണ ഇപ്പൊ റൺ ചെയ്ത് നമുക്ക് നോക്കാൻ പോലും പറ്റില്ല. അത്രയും തവണ ഈ ഒരു ലൂപ്പ് റൺ ആയിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ഇൻഫൈനൈറ്റ് ലൂപ്പ് എന്ന് പറയാം. ഓക്കെ, ഞാൻ ഈ കോഡ് പഴയ പോലെ ആക്കാൻ പോവാണ്. ഐയിൽ 1 വെച്ചു. അത് കഴിഞ്ഞ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വെച്ചു. അത് കഴിഞ്ഞ് ഐ പ്ലസ് പ്ലസ് കൊടുത്തു. ഓക്കെ, നമ്മൾ സ്വിച്ച് കേസ് പഠിച്ചപ്പോ ബ്രേക്കിനെ പറ്റി പഠിച്ചല്ലേ? നമുക്ക് ഫോർ ലൂപ്പിൽ എങ്ങനെയാണ് ആ ബ്രേക്ക് യൂസ് ചെയ്യാൻ നോക്കി നോക്കാം. ഞാനിപ്പോ ഈ ഫോർ ലൂപ്പിന്റെ ഉള്ളില് ഇഫ് ഐ ഗ്രേറ്റർ ദാൻ 5 ബ്രേക്ക് കൊടുക്കുകയാണ്. അപ്പൊ എന്തുണ്ടാവുക? അപ്പോ ഐന്റെ വാല്യൂ 5ൽ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതൊന്ന് ബ്രേക്ക് ആവും. നമുക്ക് നോക്കി നോക്കാം എന്താ ഉണ്ടാവുന്നതെന്ന്. ഞാൻ ഇപ്പൊ റൺ കൊടുത്തു. റൺ എടുത്തപ്പോ എത്ര വട്ടം പ്രിന്റ് ആയേ? 1 2 3 4 5. അതായത് 5 തവണയാണ് ഇത് പ്രിന്റ് ആയത്. പക്ഷെ കണ്ടീഷനിൽ എന്താണ്? 10 തവണ. ഐ ലെസ് ദാൻ 10 ഉണ്ട്. പക്ഷെ ഇത് പ്രിന്റ് ആയത് 5 തവണയാണ്. കാരണം എന്താണ്? ഐ 5 ആവുന്ന വരെ ഹലോ എന്ന് പ്രിന്റ് ആയി അല്ലേ? അതിനുശേഷം എന്തുണ്ടായേ? ഐ 6 ആയി. പക്ഷെ നമ്മൾ ഉള്ളിൽ എന്ത് എഴുതിയിട്ടുണ്ട്? ഐ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യണം. അപ്പൊ ഐന്റെ വാല്യൂ എപ്പോ 5ൽ കൂടുതലാകുന്നോ ഇതിൽ നിന്ന് ബ്രേക്ക് ആവും. ഈ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ആയി പുറത്തോട്ട് വരും.